വിശദമായി കടക്കുമ്പോൾ വി.എസ്. അച്യുതാനന്ദന്റെ ആരോഗ്യനില ഇപ്പോൾ തൃപ്തികരമാണെന്നാണ് CPM സംസ്ഥാന സെക്രട്ടറി M.V. ഗോവിന്ദൻ അല്പസമയം മുമ്പ് പ്രതികരിച്ചത്. ഇന്നലെ ആശുപത്രിയിൽ എത്തി അരുൺകുമാറുമായി സംസാരിച്ചിട്ടുണ്ട്. ആശുപത്രിയിൽ എത്തിയപ്പോൾ ഉണ്ടായിരുന്നതിനേക്കാൾ നില മെച്ചപ്പെട്ട അവസ്ഥയിലാണിപ്പോൾ. രാവിലെ തന്നെ മെഡിക്കൽ ബോർഡ് യോഗം ചേർന്ന് സാഹചര്യങ്ങൾ വിലയിരുത്തുമെന്നും M.V. ഗോവിന്ദൻ പറയുന്നു. ഹൃദയാഘാതത്തെ തുടർന്ന് തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലെ തീവ്രപരിചരണ വിഭാഗത്തിലാണ് 2 ദിവസമായി ഇപ്പോൾ വി.എസ്. തുടരുന്നത്. അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില സംബന്ധിച്ച് ഏറെ ആശങ്കപ്പെടുന്ന സാഹചര്യങ്ങൾ വരുന്നുണ്ട്. അതുകൊണ്ട് എല്ലാവരും ആകാംക്ഷയോടെ അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ച കാര്യങ്ങൾ അറിയാൻ കാത്തു നിൽക്കുക കൂടിയാണ്. അല്പസമയത്തുള്ളിൽ മെഡിക്കൽ ബോർഡ് യോഗം ആരംഭിക്കും. ഡാൻ കുര്യൻ ചേരുന്നുണ്ട്. ഡാൻ, എന്താണ് അവിടുത്തെ സാഹചര്യം? മെഡിക്കൽ ബോർഡ് യോഗം ചേർന്ന് ഇന്നത്തെ സാഹചര്യങ്ങൾ വിലയിരുത്തുകയാണോ? സൈത, അങ്ങനെയാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. രാവിലെ തന്നെ വിദഗ്ധ ഡോക്ടർമാരുടെ സംഘം, അദ്ദേഹത്തെ പരിചരിച്ചുകൊണ്ടിരിക്കുന്ന വിദഗ്ധ ഡോക്ടർമാരുടെ സംഘം ബോർഡ് യോഗം ചേർന്ന് നിലവിലെ അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി വിലയിരുത്തും. നമുക്കറിയാം, വെന്റിലേറ്ററിന്റെ സഹായം അദ്ദേഹത്തിന് 2 ദിവസം മുമ്പ് തന്നെ നൽകിയിരുന്നു. ആ ഒരു സഹായത്തിലായിരുന്നു ജീവൻ നിലനിർത്തിയിരുന്ന ആദ്യഘട്ടത്തിൽ. പിന്നീട് മരുന്നുകളോട് നേരിയ തോതിൽ പ്രതികരിച്ചു തുടങ്ങിയിട്ടുണ്ട് എന്ന സൂചന ഇന്നലെ വൈകിട്ട് ആശുപത്രി അധികൃതരുടെ ഭാഗത്തു നിന്ന് ലഭിച്ചു. പക്ഷേ ആരോഗ്യനിലയിൽ ആശാവഹമായ ഒരു പുരോഗതി ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് നമുക്ക് അനൗദ്യോഗികമായി ലഭിക്കുന്ന സൂചനകൾ. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഈ മെഡിക്കൽ ബോർഡിൽ അവർ യോഗം ചേരുമ്പോൾ എന്താണ് ഇനി അങ്ങോട്ട് എങ്ങനെ എന്ന കാര്യത്തിൽ ഒരു വ്യക്തത കൈവരും. അതിനുശേഷം അവർ ഒരു മെഡിക്കൽ ബുള്ളറ്റിൻ ഇറക്കും. അതിൽ വിശദമായി ഈ കാര്യങ്ങളെല്ലാം പരാമർശിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് ആശുപത്രി അധികൃതർ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഉന്നയിക്കുന്ന ചോദ്യങ്ങൾക്ക് നൽകുന്ന ഉത്തരം. വൈകാതെ തന്നെ ആ മെഡിക്കൽ ബുള്ളറ്റിൻ പുറത്തുവരും. അതിൽ എന്താണ് നിലവിലെ സാഹചര്യമെന്ന് വ്യക്തമായി പരാമർശിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് ആശുപത്രിയിൽ നിന്ന് ലഭിക്കുന്ന സൂചനകൾ. അതിനിടയിലാണ് CPMന്റെ മുതിർന്ന നേതാക്കൾ, മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ ഇന്നലെ ആശുപത്രിയിലെത്തി അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളെ നേരിൽ കണ്ടിരുന്നു, VS-നെ കണ്ടിരുന്നു, ഡോക്ടർമാരെ കണ്ടിരുന്നു. അവരോട് കാര്യങ്ങളൊക്കെ ചോദിച്ച് അറിഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പ്രായം തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളി. തിരികെ ജീവിതത്തിലേക്ക് വരുമോ അദ്ദേഹം, അല്ലെങ്കിൽ സാധാരണ ഒരവസ്ഥയിലേക്ക് വരാനുള്ള സാധ്യത എത്രത്തോളമാണ് എന്നതൊക്കെ ഒരു വലിയ വെല്ലുവിളിയായി തന്നെ അവശേഷിക്കുകയാണ്. എന്തായാലും വൈകാതെ തന്നെ ഈ മെഡിക്കൽ ബോർഡ് യോഗം ചേർന്നതിന് ശേഷം ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ മാധ്യമങ്ങളോട് പങ്കുവെക്കുമെന്ന് തന്നെയാണ് ആശുപത്രി അധികൃതർ വ്യക്തമാക്കുന്നത്. ഡാൻ, ഒരു കാര്യം കൂടി, പൂർണ്ണമായും വെന്റിലേറ്റർ സപ്പോർട്ടിൽ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ആരോഗ്യം മുന്നോട്ട് പോകുന്നത്, അല്ലേ? അത് വെന്റിലേറ്റർ ഒഴിവാക്കിയാൽ തന്നെ ശ്വസിക്കാൻ കഴിയുന്ന ഒരു ആരോഗ്യാവസ്ഥയിലേക്ക് എത്തി എന്ന് ഡോക്ടർമാർ ഉറപ്പിച്ച് പറയുന്നില്ല, അങ്ങനെയാണോ? അതായത് അദ്ദേഹത്തിന്റെ തലച്ചോറിന് ഈ ഹൃദയാഘാതം ഉണ്ടായതിനെ തുടർന്ന് അദ്ദേഹത്തിന്റെ തലച്ചോറിന്റെ പ്രവർത്തനത്തെയാണ് അത് കാര്യമായി ബാധിച്ചത്. പക്ഷേ ഇന്നലെ കിഡ്നിയും, അതായത് അദ്ദേഹത്തിന്റെ 2 കിഡ്നികളെയും ബാധിക്കുന്ന തരത്തിലേക്ക് ഈ കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അതുമായി ബന്ധപ്പെട്ട ചികിത്സകൾ കൂടി അടിയന്തരമായി ഇന്നലെ ലഭ്യമാക്കിയത്. മരുന്നുകളോട് അദ്ദേഹം പ്രതികരിക്കുന്നുണ്ട് എങ്കിലും ഒരു പൂർവ്വസ്ഥിതിയിലേക്ക് എത്തുക എന്ന് പറയുന്നത് ഇനി ഒരു വലിയ വെല്ലുവിളിയായി തന്നെയാണ് ഡോക്ടർമാരും കാണുന്നത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. കാരണം അദ്ദേഹത്തിന് 102 വയസ്സ് പ്രായമുണ്ട്. ആ പ്രായം തന്നെയാണ് ഏറ്റവും വലിയ വെല്ലുവിളി. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ഈ നോർമൽ ഒരു, അതായത് മറ്റ് ശസ്ത്രക്രിയകളൊന്നും സാധ്യമാകാത്ത ഒരു സാഹചര്യം കൂടിയുണ്ട്. മാത്രവുമല്ല, സൂക്ഷ്മമായി തന്നെ അദ്ദേഹത്തിന്റെ ഓരോ ആരോഗ്യസ്ഥിതിയും ഡോക്ടർമാർ, ഓരോ നിലയിൽ വൈദഗ്ധ്യം നേടിയിട്ടുള്ള ഡോക്ടർമാരുടെ സംഘമാണ് അദ്ദേഹത്തെ തുടർച്ചയായി ചികിത്സിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 6 വർഷം പൂർണ്ണമായി വിശ്രമത്തിൽ കഴിയുമ്പോഴും ഈ പട്ടത്തെ സ്വകാര്യ ആശുപത്രിയിലെ വിദഗ്ധ ഡോക്ടർമാരുടെ പരിചരണത്തിലായിരുന്നു അവർ. കാരണം ലോകത്തെ മുഴുവൻ ഭീഷണിയിലാക്കിയ കോവിഡ് മഹാമാരിയുടെ കാലത്ത് പോലും VS-മായി ബന്ധപ്പെട്ട് വലിയ ആശങ്കകൾക്ക് വഴിവെക്കാത്ത തരത്തിൽ അദ്ദേഹത്തെ ചികിത്സിച്ചത്, അദ്ദേഹത്തെ പരിചരിച്ചത്, അദ്ദേഹത്തിന് വേണ്ട ചികിത്സാ സൗകര്യങ്ങളൊക്കെ ഒരുക്കിയത് ഈ വിദഗ്ധ ഡോക്ടർമാരായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ ഇപ്പോഴത്തെ ഈ സ്ഥിതി, അതായത് ഇപ്പോഴുണ്ടായിരിക്കുന്ന ഈ പ്രതിസന്ധി ഘട്ടത്തെ അദ്ദേഹം അതിജീവിക്കുമെന്ന ചോദ്യത്തിന് വ്യക്തമായ ഒരു ഉത്തരം നൽകുന്നില്ല. നേരിയ പുരോഗതി ഉണ്ട് എന്ന് അനൌദ്യോഗികമായി പറയുന്നതൊഴിച്ചാൽ മറ്റ് വിശദാംശങ്ങളൊന്നും പറയാൻ അവർ തയ്യാറാകുന്നില്ല. എന്തായാലും കുടുംബാംഗങ്ങളുമായി കൂടി ഈ വിശദമായി കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തതിന് ശേഷം ഈ മെഡിക്കൽ ബുള്ളറ്റിൻ ഇറക്കും. മെഡിക്കൽ ബുള്ളറ്റിൻ ഇറക്കിയതിന് അതിൽ കൃത്യമായി എന്താണ് നിലവിലെ സ്ഥിതി എന്ന് പരാമർശിക്കുമെന്ന് തന്നെയാണ് നമുക്കും ലഭിക്കുന്ന സൂചനകൾ. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേരുന്നുണ്ട്. അവിടെയും VS-ന്റെ ആരോഗ്യനില സംബന്ധിച്ച് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വിവരങ്ങൾ ആശുപത്രി അധികൃതർ ഇടത് നേതാക്കളെയൊക്കെ കൃത്യമായി ധരിപ്പിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. അങ്ങനെയാണെങ്കിൽ വൈകാതെ, അതായത് ഈ മെഡിക്കൽ ബുള്ളറ്റിൻ ഇറക്കുന്നതോടെ അദ്ദേഹത്തിന്റെ ആരോഗ്യനില സംബന്ധിച്ച നിലവിലെ സ്ഥിതി എന്താണ് എന്നതിനെ സംബന്ധിച്ച് വ്യക്തമായ ഒരു സൂചന ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയും. യെസ്, അതാണ് സാഹചര്യം. എന്തായാലും മെഡിക്കൽ ബുള്ളറ്റിൻ പുറത്ത് വരട്ടെ. നമുക്ക് ആ വിശദാംശങ്ങൾ അറിയേണ്ടതുണ്ട്. ഡോക്ടർമാരുടെ യോഗം അല്പസമയത്തുള്ളിൽ തന്നെ ആരംഭിക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും സാഹചര്യങ്ങൾ
ഗൗരവമായി വിലയിരുത്തുകയാണ്. എന്നാൽ CPM ഔദ്യോഗികമായി വിശദീകരിക്കുന്നത് ആരോഗ്യനില മെച്ചപ്പെട്ടിട്ടുണ്ട് എന്ന് തന്നെയാണ്. ആശുപത്രിയിൽ എത്തുമ്പോഴുള്ള അവസ്ഥയല്ല, ഇപ്പോൾ ആരോഗ്യനില ഏറെ ഭേദപ്പെട്ടിട്ടുണ്ട് എന്ന് തന്നെയാണ് CPM ഔദ്യോഗികമായി വിശദീകരിക്കുന്നത്. MV ഗോവിന്ദന്റെ വാക്കുകളിലേക്ക്. സ്റ്റേബിളാണെന്നാണ് പറഞ്ഞത്. ഇന്നലെ രാത്രി നമ്മൾ പോയിരുന്നു. അപ്പോൾ അരുൺ ഉൾപ്പെടെയുള്ളവരുമായി ചർച്ച ചെയ്തു. മുഖ്യമന്ത്രി രാവിലെ 11 മണിക്ക് പോയിരുന്നു. ഡോക്ടർമാരൊക്കെ ആയിട്ട് ചർച്ച ചെയ്തു. അപ്പോൾ സ്റ്റേബിളായിട്ടാണ് ഇപ്പോൾ ഉള്ളത്. കുറച്ചും കൂടി മെച്ചപ്പെട്ട സ്ഥിതിയാണ്. അഡ്മിറ്റ് ചെയ്യുന്നതിനേക്കാൾ അന്ന് അഡ്മിറ്റ് ചെയ്യുമ്പോൾ ഉള്ളതിനേക്കാൾ മെച്ചപ്പെട്ടതാണെന്നാണ് ഡോക്ടർമാരും കുടുംബാംഗങ്ങളും പറഞ്ഞത്.